നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പണം അയച്ചു തരിക, അല്ലെങ്കിൽ ഇന്ന ദിവ്യൻ ഉണ്ടാക്കുന്ന ഉറുക്കും ഏലസും നൂലുകളും ശാസ്ത്രീയമായി തയ്യാർ ചെയ്തത് ലഭിക്കും, ഇത്ര കാശ് അയച്ചു തരിക, അല്ലെങ്കിൽ കുട്ടിച്ചാത്തന്റെ സേവാമാഹാത്മ്യം ഇന്നിടത്തേക്ക് നിങ്ങൾ വരിക, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലം പറഞ്ഞ് അങ്ങോട്ട് പോവുക. ഇത് മുഴുവനും ദൈവത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കുന്നതാണ്. ദൈവത്തിനും മനുഷ്യനുമിടെ ഇത്തരത്തിലുള്ള ഒരു പുരോഹിതനും ഇത്തരത്തിലുള്ള ഒരു ശുപാർശകനും ഇത്തരത്തിലുള്ള ഒരു ഇടയാളനും വേണ്ട എന്നതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. അടിസ്ഥാന ഗ്രന്ഥങ്ങൾ അതാണ് പഠിക്കുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? കുറെ കാലം പുരോഹിതന്മാർ മതവുമായി നടന്നപ്പോൾ, ആരാധനകളും മതഗ്രന്ഥങ്ങളും അവരുടെ കയ്യിലായപ്പോൾ അവർ ദിവ്യന്മാരായി ചമഞ്ഞ് പാവം മനുഷ്യരുടെ പണം കൊണ്ടുവരാൻ തുടങ്ങി. ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തൗഹീദ് ഉച്ചരിക്കുന്ന, തൗഹീദ് പ്രബോധനം ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായി കരുതുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും അവരുടെ പ്രവർത്തകരുടെയും വ്യതിരിക്തത മനസ്സിലാകേണ്ടത്. ഇതാണ് വ്യതിരിക്തത. നാട്ടിൽ കുറെ നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളല്ലാത്തവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കണമെന്നല്ല, ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ മാത്രം ചെയ്യുന്ന, നമുക്ക് മാത്രം കൃത്യമായ ഒരു നിലപാടുള്ള സംഗതി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ്. അത് കൃത്യമാണ്, അത് വ്യക്തമാണ്, അത് സ്ഫുടമാണ്, ആർക്കും മനസ്സിലാകാവുന്നതാണ്. അതുകൊണ്ടാണ് തൗഹീദി പ്രസ്ഥാനം എന്ന് നമ്മൾ ഈ പ്രസ്ഥാനത്തെ പറയുന്നതും തൗഹീദിന്റെ വക്താക്കൾ എന്ന് നമ്മൾ സ്വയം പരിചയപ്പെടുത്തുന്നതും. ജീവിതം മുഴുവനും വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു പരിവർത്തനം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പരിവർത്തനം ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടും. അങ്ങനെ പരിവർത്തനം വന്ന വ്യക്തികളുള്ള കുടുംബം അത് സന്തോഷകരമായി മുന്നോട്ടു പോകുന്ന കുടുംബാന്തരീക്ഷം ഉണ്ടാക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേരുന്ന ഒരു പ്രദേശത്ത് അയൽവാസികൾക്കിടയിൽ അത്തരത്തിലുള്ള നല്ലതായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാകും. അവരിൽ തന്നെ മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ അല്ലാത്തവരും ഒരുമിച്ച് കഴിഞ്ഞുകൂടുമ്പോൾ നല്ല മനുഷ്യർ എന്ന നിലയിൽ ഈ ആളുകളെ എല്ലാവർക്കും ആവശ്യമായി തീരും. ഖുർആൻ മുന്നോട്ട് വച്ചിട്ടുള്ള ഏതൊരു കൽപ്പനയും അനുസരിക്കുന്നത് മൂലം എല്ലാവർക്കും ഗുണമുണ്ടാകും. സത്യം പറയണമെന്ന നിയമം അത് പാലിച്ചാൽ അത് പാലിക്കുന്ന മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവനും അതിന്റെ ഗുണമുണ്ടാകും. മദ്യം എന്ന നിയമം പാലിച്ചാൽ ആരാണോ മദ്യപിക്കാതിരിക്കുന്നത് അവർക്കതിന്റെ ഗുണമുണ്ടാകും. വ്യഭിചാരമാണ് എന്നത് അംഗീകരിച്ച് ജീവിച്ചാൽ അതാണെങ്കിലും അല്ലെങ്കിലും സമൂഹത്തിന് അതുകൊണ്ട് നേട്ടം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ, മതഗ്രന്ഥങ്ങളുടെ അവസാന പതിപ്പായ ഖുർആനിൽ ഈ കൽപ്പനകൾ, നിരോധങ്ങൾ അത് നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചു മനസ്സിലാക്കി കൽപ്പനകൾ അനുസരിച്ചും നിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിന്നും ജീവിക്കുവാൻ ശ്രമിക്കുക എന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ അനിവാര്യതയും കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അത്തരത്തിൽ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കുവാനും നാം സ്വയം പരിശീലിക്കണം. ഖദറിലും ഖലായിലും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിന്റെ ആശയം മനുഷ്യന് സംതൃപ്തമായ ഒരു ജീവിതം ഉണ്ടാക്കും എന്നതാണ്. ആഗ്രഹിച്ചത് മുഴുവൻ നമുക്ക് നടക്കില്ല. നമ്മൾ എന്തെല്ലാം ആഗ്രഹിച്ചു? സ്വത്തുക്കൾ ഉണ്ടാകാൻ, നേട്ടങ്ങൾ ഉണ്ടാകാൻ, സ്ഥാനമാനങ്ങൾ ഉണ്ടാകാൻ പലതും ആഗ്രഹിച്ചവരുണ്ട്. ആഗ്രഹങ്ങൾ എല്ലാം പൂവണിയില്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഖദറിലും ഖലായിലും അള്ളാഹുവിൽ നിന്നാണ് നന്മ തിന്മകളെല്ലാം എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവേ, നീ നൽകിയത് തടയാനാളില്ല, നീ തടഞ്ഞതിനെ തരാനും ആളില്ല. ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനാണ്. പടച്ചവൻ തന്നത് കിട്ടും, പടച്ചവൻ തന്നില്ലെങ്കിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അസ്വസ്ഥത വേണ്ടല്ലോ. രാവും പകലും കഠിനാധ്വാനം ചെയ്ത് പലതും പ്ലാൻ ചെയ്തിട്ടും ഒന്നും ആകുന്നില്ല. ഒന്നും വേണ്ട, സമാധാനിക്കുക. ഇതാണ് എനിക്ക് ദൈവനിശ്ചയം. നബി തിരുമേനി പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. അവന് നന്മകൾ ലഭിച്ചാൽ അൽഹംദുലില്ലാഹ് ഇത് പടച്ചവനെ സ്തുതിക്കും, അതവന് പുണ്യമാകും. അവന് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായാൽ അവൻ ക്ഷമിക്കും, ആ ക്ഷമ അവന് പുണ്യമാകും. അപ്പൊ യാതൊരു അങ്കലാപ്പുമില്ലാതെ ഉത്കണ്ഠയില്ലാതെ മാനസിക രോഗികളാവാതെ സമാധാനത്തിൽ ജീവിക്കാം. ഇതാണ് എനിക്ക് പടച്ചവൻ നൽകിയത്, ഇതാണ് എനിക്ക് പടച്ചവൻ തന്ന സ്വത്തുക്കൾ. ഞാൻ വ്യാമോഹപ്പെടണ്ട, അതിൽ തൃപ്തിപ്പെട്ടു ഉള്ളതുകൊണ്ട് ജീവിക്കുക. ഇതാണ് എന്റെ ഭാര്യ, പടച്ചവൻ നിശ്ചയിച്ചത്, അതാണ് എന്റെ ഭാര്യ, അവളിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോവുക.
ഇതാണ് എൻ്റെ ഭർത്താവ്, ഇവരാണ് എൻ്റെ മക്കൾ. നോക്കൂ, പലതും നമ്മൾ ആഗ്രഹിച്ച പോലെ 100% ആവണമെന്നില്ല. കുറച്ച് കാലത്തേക്കുള്ള ഒരു പരിപാടിയാ. ഒരു 10-25 കൊല്ലമാണ് ഇതിൻ്റെയൊക്കെ വലിയ സംഗതി ഉള്ളത്. ഒരു 20-25 വയസ്സൊക്കെ ആകുമ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് തൊഴിലിലെത്തി ആ സമയത്ത് നമ്മൾ വിവാഹമൊക്കെ ചെയ്ത് ജീവിതം തുടങ്ങുക. ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും ആളുകൾക്ക് അസുഖം, രോഗം, പ്രയാസം, ഗുളിക, മരുന്ന്, ഇൻസുലിൻ, അങ്ങനെ പലതുമായി പോവാ. അപ്പൊ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും കിട്ടിയത് ഈ കുറച്ച് കാലമാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ മത്സരം? എന്തിനാണ് അന്യനോടുള്ള വിരോധം? എന്തിനാണ് ആളുകളോടുള്ള അസൂയ? എന്തിനാണ് മറ്റൊരുത്തനെ വകവരുത്താൻ വേണ്ടിയുള്ള ശ്രമം, മത്സരം, വെട്ടിപ്പിടുത്തം? ഒന്നും വേണ്ട. നമ്മൾ ശുദ്ധ ഹൃദയത്തോടുകൂടി ജീവിക്കുക. ഒരു ദിവസമാണ് ജീവിക്കുന്നതെങ്കിൽ, ഒരു നിമിഷമാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഒരു നിമിഷം നല്ലത് ചെയ്യാൻ, നല്ലത് പറയാൻ, നല്ലത് വിചാരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ നാട്ടിനും ഉപകാരമായിരുന്നു എന്ന് അനുസ്മരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്യുക. ഭൂമിക്ക് ഭാരമാണ് പലരും. അവരിവിടെ ജീവിച്ചിട്ടെന്ത്, മരിച്ചാലെന്ത്? ഖുർആനിൽ അക്രമികളായ പല ആളുകളുടെയും മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ സൂചിപ്പിച്ചത് വമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്. അവർ മരിച്ചപ്പോൾ ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. മനോഹരമായ ഒരു ചിത്രീകരണമാണ്. ആകാശവും ഭൂമിയും ഇവർ മരിച്ചുപോയപ്പോൾ അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരിവിടെ ജീവിച്ചത് കൊണ്ട് ഒരു കാര്യവും നാട്ടിലുണ്ടായില്ല എന്നാണ്. അങ്ങനെ ആയിക്കൂടാ, അങ്ങനെ ആയിക്കൂടാ. ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടിനും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും ഉപകാരം ചെയ്തതാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നല്ലത് ചെയ്യണം, ധർമ്മം ചെയ്യണം, പുണ്യം ചെയ്യണം. അതിനൊന്നും ഭൗതിക വിഭവങ്ങളില്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അതും സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര ചെറുതാണെങ്കിലും അത് പുണ്യമാണ് എന്ന് പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു മാറ്റത്തിന് ശ്രമിക്കുക. ഇത് ദീനാണ്. ദീനിന്റെ നിലപാട്, അടിസ്ഥാനം അത് അടിസ്ഥാന ഗ്രന്ഥങ്ങളിലാണ്. ഇബാദത്തുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാകണം, അമലുകൾ വർദ്ധിപ്പിക്കണം, അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യണം. എന്നിട്ട് ആ നിലക്ക് ദീനിന്റെ സേവകരായി തീരാൻ ശ്രമിക്കണം. തൗഹീദാണ് പരമപ്രധാനമെന്ന് മറക്കാതിരിക്കണം. തൗഹീദിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായി നിലയുറപ്പിക്കണം. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ ഇടപെടലിൽ കൊണ്ട് ആളുകൾ ഉപേക്ഷിച്ചു കളഞ്ഞ അന്ധവിശ്വാസങ്ങൾ, പ്രേതങ്ങളും ഭൂതങ്ങളും ജിന്നുകളും ചെകുത്താന്മാരും അങ്ങനെ ഹോമങ്ങളും യാഗങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ചില ആളുകൾ വീണ്ടും മതത്തിന്റെ പൊയ്മുഖം നൽകിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ ഭയപ്പെടണം. കാരണം അത് മുജാഹിദ് പ്രസ്ഥാനമല്ല. അവർക്ക് അങ്ങനെ പറയാം. അതിന്റെ കൂട്ടത്തിൽ ഇത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് അത്യധികം ഗുരുതരമായ ഒരു കുറ്റമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. കാരണം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോളം കാലം നമ്മുടെ കേരളത്തിലെ പൂർവികരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ കഠിന ത്യാഗം ചെയ്തത്, ഏതൊരു അന്ധവിശ്വാസമാണോ നാട്ടിൽ നിന്ന് ഇല്ലാതെയാക്കാൻ അവർ പരിശ്രമിച്ചത്, അത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം കാണുമ്പോൾ അവർ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സാധിക്കണം. അത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എന്ന നിലയിൽ നമുക്കതിന് ബോധ്യമുണ്ടാകണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകൾ പറയുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ദാസനായി ജീവിക്കുവാനും പരിശ്രമങ്ങൾ നമ്മൾ തുടർച്ചയായി നടത്തണം. അതിലേക്ക് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളും ക്യാമ്പുകളും ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ 2 മാസക്കാലം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, പഞ്ചായത്തുകളിൽ, മണ്ഡലങ്ങളിൽ, ശാഖകളിൽ എല്ലാ ദിവസങ്ങളിലും പരിപാടികൾ നടക്കുകയാണ്. ഇത് മുഴുവനും ദീനിനോടുള്ള താല്പര്യം കൊണ്ടും മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടും നന്മ നിലനിൽക്കണമെന്ന ആഗ്രഹം കൊണ്ടുമാണ്. സ്വന്തം പണം ചെലവഴിച്ച്, സ്വന്തം അധ്വാനിച്ച്, സ്വന്തം പണിയെടുത്തുകൊണ്ട് നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകൾ അവരുടെ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു ആദർശം, അതിനുവേണ്ടിയുള്ള പരിശ്രമമാണിത്. ഇത് അല്ലാഹു തആല ജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം ഉച്ചരിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം, സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.